नमस्ते छात्रों, एक नया पाठ पत्थर की बेंच आज हम पढ़ने जा रहे हैं. പത്ഥർ की बेंच ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ബെഞ്ച്. हम कहाँ कहाँ ये देख सकते हैं? हाँ, मैदान में, पार्क में, अस्पताल के सामने, बस स्टॉप पर, ऐसे पब्लिक प्लेसेस में हम पत्थर की बेंच देख सकते हैं. കല്ലുകൊണ്ടുണ്ടാക്കിയ ബെഞ്ചുകൾ പണ്ട് എല്ലാ ബസ് സ്റ്റോപ്പുകളിലും കല്ല് കൊണ്ടുണ്ടാക്കിയ ബെഞ്ചുകളായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ കല്ലുകൊണ്ടുണ്ടാക്കിയ ബെഞ്ചുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു പബ്ലിക് പ്ലേസിൻ്റെ സിമ്പലാണ്. കല്ലുകൊണ്ടുണ്ടാക്കിയ ബെഞ്ച് കണ്ടാൽ നമുക്ക് ഒരു പേടിയില്ലാതെ നമ്മൾ പെട്ടെന്ന് ഓടിപ്പോയി ഇരിക്കും. കാരണം ആർക്ക് വേണോ അവിടെ ഇരിക്കാം, അതൊരു പബ്ലിക് പ്ലേസാണ് എന്ന ഒരു അറിവ് നമുക്കുണ്ട്. അപ്പോൾ ऐसी एक पत्थर की बेंच की कविता है आज हम पढ़ने जा रहे हैं, जो लिखा है चंद्रकांत देवताले. वे സമകാലീൻ പ്രസിദ്ധ കവി है. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ എപ്പോഴും സമകാലീൻ സമസ്യാവോ കാ ചിത്रण है. तो സമകാലീൻ കവിതകളിൽ പൊതുവെ ഇന്നത്തെ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് പറയാറ്. അപ്പോൾ അതുപോലെ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നത്തെയാണ് പത്ഥർ की बेंच എന്ന കവിതയിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. കവിത സുനിയെ. पत्थर की बेंच. पत्थर की बेंच जिस पर रोता हुआ बच्चा बिस्कुट कुतरते चुप हो रहा है, जिस पर एक धक्का युवक अपने कुचले हुए सपनों को सहला रहा है, जिस पर हाथों से आंखें टाँप एक रिटायर्ड बूढ़ा भर दोपहरी सो रहा है, जिस पर वे दोनों जिंदगी के सपने बुन रहे हैं. पत्थर की बेंच जिस पर अंकित है आंसू, थकान, विश्राम और प्रेम की स्मृतियाँ. इस पत्थर की बेंच के लिए भी शुरू हो सकता है किसी दिन हत्याओं का सिलसिला. इसे उखाड़ कर ले जाया अथवा तोड़ा भी जा सकता है. पता नहीं सबसे पहले कौन आसीन हुआ होगा इस पत्थर की बेंच पर. വളരെ മനോഹരമായൊരു കവിതയാണ്. നമുക്കതിൻ്റെ ആശയത്തിലേക്ക് പോകാം. പത്ഥർ की बेंच ഒരു പബ്ലിക് പ്ലേസിലെ കല്ലുകൊണ്ടുണ്ടാക്കിയ ബെഞ്ചാണ് നമ്മുടെ കവിതയിലെ നായകൻ. जिस पर रोता हुआ बच्चा बिस्कुट कुतरते चुप हो रहा है. കരഞ്ഞുകൊണ്ട് रोता हुआ बच्चा കരഞ്ഞുകൊണ്ടൊരു കൊച്ചുകുട്ടി उस पत्थर की बेंच पर आकर बैठ जाता है. കരഞ്ഞുകൊണ്ടാണ് ഒരു കുട്ടി വരുന്നത്. വന്നിട്ട് ആ കുട്ടി ഈ കല്ല് കൊണ്ടുണ്ടാക്കിയ ബെഞ്ചിൽ ഇരിക്കുകയാണ്. ബെഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ വഹ അപ്പനെ ഹാത്ത് കാ ജോ ബിസ്ക്കറ്റ് ഹേ വഹ് കുതർനെ ലഗാ. ആ കയ്യിലിരുന്ന ബിസ്ക്കറ്റ് അവൻ അറിയാതെ വായിൽ വെച്ച് ഇങ്ങനെ കുത്തർന എന്ന് പറഞ്ഞാൽ വളരെ പതിയെ കഴിക്കുകയാണ്. ചുപ് ഹോ രഹാ ഹേ. അവൻ്റെ കരച്ചിൽ അവനറിയാതെ നിന്നു. പകരം അവൻ ആ ബിസ്ക്കറ്റ് കഴിക്കുന്നതിലായി ശ്രദ്ധ. അപ്പോൾ കരഞ്ഞുകൊണ്ട് വീട്ടിൽ അമ്മ അടിക്കുകയോ വഴക്കുറയോ ഒക്കെ ചെയ്ത കുട്ടിയായിരിക്കാം. അവൻ നടന്ന് വന്ന് ഈ പത്ഥർ की ബെഞ്ചിലിരുന്ന് തൻ്റെ കയ്യിലെ ബിസ്ക്കറ്റ് പതുക്കെ കഴിക്കുന്നു. ആ സമയത്ത് അവൻ്റെ കരച്ചിൽ മാറിയിട്ടുണ്ട്. അവൻ ചുപ് ഹോ രഹാ ഹേ. നോക്കൂ അടുത്ത ഘട്ടന. ജിസ് പർ ഏക് ധക്ക യുവക്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴും ആണ് ഒരു വളരെ അവശനായ ധക്ക ക്ഷീണിതനായ ഒരു യുവാവ് വീണ്ടും ആ പത്ഥർ की ബെഞ്ചിൽ വന്നിരിക്കുകയാണ്. അപ്പനെ കുചലെ ഹുയെ സപ്നോ കോ സഹലാ രഹാ ഹെ. അപ്പോൾ ആ യുവക്ക് ധക്ക ഹെ, വളരെ ക്ഷീണിതനാണ്, പരേശനാണ്. അയാളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അയാൾക്ക് സന്തോഷകരമായ ഒന്നും സംഭവിച്ചിട്ടില്ല അയാളുടെ ലൈഫിൽ. വളരെ ദുഃഖത്തിലാണ്. കുചലെ ഹുയെ സപ്നെ ആണ് അയാളുടെ കയ്യിലുള്ളത്. അതായത് തകർക്കപ്പെട്ട സ്വപ്നങ്ങൾ മാത്രമുള്ളൊരു വ്യക്തിയാണ്. അത്ര വിഷമത്തിലാണ് അയാൾ വന്നിരിക്കുന്നത്. അപ്പോൾ അയാളുടെ മുഖം കണ്ടാൽ അറിയാം അയാളുടെ ഉള്ളിൽ നിറയെ വിഷമമാണ്. അയാളുടെ എന്തൊക്കെയോ വലിയ സ്വപ്നങ്ങൾ മുഴുവൻ തകർന്നു പോയിരിക്കുകയാണ്. ഇനി അയാൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ആ ഒരവസ്ഥയിൽ അയാളും ആ ബെഞ്ചിൽ വന്നിരിക്കുകയാണ്. വഹ്
ലേക്കിൻ വഹ് ബെഞ്ച് പർ ബൈഠ്നെ പർ ക്യാ ഹുവാ, ആ ബെഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അയാൾക്ക് എന്താ മാറ്റം സംഭവിച്ചത് നോക്കൂ. വഹ് അപ്നെ കുചലെ ഹുയെ സപ്നോം കോ സഹ്ലാനെ ലഗ, തൻ്റെ തകർന്ന സ്വപ്നങ്ങളെ അയാൾ ഒന്നുകൂടെ എടുത്ത് താലോലിക്കുന്ന പോലെ ഒരു സമാധാനം അയാളുടെ മുഖത്ത് കാണാം. അതായത് വളരെ പരിക്ഷീണിതനായ, ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു യുവാവ്, ഇനി തനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് കരുതിയ ആ യുവാവ് ഈ പബ്ലിക് പ്ലേസിലെ ബെഞ്ചിൽ വന്നിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നേരിയ ഒരു സമാധാനം. അദ്ദേഹം തൻ്റെ ആ തകർന്ന സ്വപ്നങ്ങളെ വീണ്ടും താലോലിക്കാന്ന് പറഞ്ഞാൽ വീണ്ടും പ്രതീക്ഷയോടെ ആ സ്വപ്നങ്ങളെ എടുക്കുകയാണ്. എനിക്കിത് വീണ്ടും തിരിച്ചു കിട്ടുമോ എന്ന ഒരു ചിന്ത അയാളിൽ ഉണ്ടാവുന്നു. മൂന്നാമത്തെ ഘട്ടന നോക്കൂ. ജിസ് പർ ഹാത്തോ സെ ആँखें टाप एक रिटायर्ड बूढ़ा भर दोपहरी सो रहा है. ആ കല്ലിൽ കണ്ണുകളെ ഹാത്തോസെ കൈകൊണ്ട് മൂടിയിരിക്കുന്ന ഒക്കെ, കണ്ണുകളെ രണ്ട് കണ്ണിനെയും കൈകൊണ്ട് മൂടിയിട്ട്, ടാപ്പ് എന്ന് പറഞ്ഞാൽ മൂടി വയ്ക്കുക, ഒരു റിട്ടയേർഡ് ബൂഢ, സർവീസിൽ നിന്നൊക്കെ പെൻഷനായ വയസ്സായ ഒരു വൃദ്ധൻ ആ നിറഞ്ഞ ഭർ ദോപഹരി നട്ടുച്ചയ്ക്ക് സോ രഹാ ഹെ ഉറങ്ങുകയാണ്. നോക്കൂ, ആ പത്ഥർ കി ബെഞ്ചിൽ റിട്ടയേർഡായ ഒരു വയസ്സായ മനുഷ്യൻ വന്ന് കിടക്കുന്നു, മലർന്ന് കിടക്കുകയാണ്. അദ്ദേഹം തൻ്റെ കൈകൊണ്ട് കണ്ണ് മൂടിയിട്ടുണ്ട്, കാരണം വെയിലടിക്കാതിരിക്കാൻ. അത്രയ്ക്ക് നട്ടുച്ചയാണ്. അപ്പം നട്ടുച്ച സമയത്ത് ഈ കല്ലിൽ വന്ന് കിടക്കുക എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം എന്തുമാത്രം വിഷമിക്കുന്ന ആളായിരിക്കാം. റിട്ടയേർഡായി, ജോലിയില്ല, വരുമാനം നിലച്ചു, വീട്ടുകാരെ സംരക്ഷണം കിട്ടുന്നില്ല, ഒരു പക്ഷേ വീട്ടിലും സന്തോഷവും സമാധാനവും കിട്ടാത്ത അവസ്ഥയിൽ അല്പം ആശ്വാസത്തിന് വേണ്ടി കിടക്കാൻ പോലും സ്ഥലം കിട്ടിയില്ല, അല്ലേ? വയസ്സായവരെപ്പോഴും കിടക്കുക, അവർക്ക് ക്ഷീണമാണ് അവരുടെ ശരീരത്തിന്. അപ്പോൾ പകലൊക്കെ അവർ കിടക്കും. അപ്പോൾ ഒരു പക്ഷേ ആ വൃദ്ധനൊന്ന് കിടക്കാൻ പോലും സ്ഥലം കിട്ടിയില്ല. അത്ര വിഷമിച്ച് വന്ന ആ വൃദ്ധന് കിട്ടിയത് ഈ ബെഞ്ചാണ്. ഈ ബെഞ്ചിൽ അദ്ദേഹം ആ നട്ടുച്ചയ്ക്ക് കിടക്കുകയാണ്. പക്ഷേ ആ ബെഞ്ചിൽ കിടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റി എന്ന് പറഞ്ഞാൽ ഒരല്പ സമാധാനം അദ്ദേഹത്തിന് കിട്ടി. വഹ് സോ രഹാ ഹെ, അദ്ദേഹം ഉറങ്ങുകയാണ്. ഇനി അടുത്ത് നാലാമത്തത് നോക്കൂ. ജിസ് പർ വേ ദോനോ സിന്ദഗി കെ സപ്നെ ബുൻ രഹേ ഹെ. ആ കല്ലിൽ രണ്ടുപേരിരുന്ന് ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ നെയ്യുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വേ ദോനോ ദോ പ്രേമി അവശ്യ ഹോഗ, അല്ലേ? ഒരു കാമുകനായിരിക്കാം അവിടെ ഇരിക്കുന്നത്. അവർക്കാണല്ലോ തങ്ങളുടെ ലൈഫിനെ കുറിച്ച് പുതിയ സ്വപ്നങ്ങൾ കൂടുതൽ നെയ്യുന്നത് പ്രണയിതാക്കളാണ്, അല്ലേ? കവി പറയണ ഈ പ്രണയിതാക്കൾക്ക് വല്ലാത്ത ടെൻഷനുണ്ട്. കാരണം അവരെ വിവാഹം നടക്കുമോ, ഒരു തടസ്സവും കൂടാതെ അവർക്ക് ജീവിക്കാൻ പറ്റുമോ, സൊസൈറ്റിയിൽ അവർക്ക് ജീവിക്കാനുള്ള വരുമാനം, വീട്, സൗകര്യങ്ങളെല്ലാം ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാവരും അംഗീകരിക്കുമോ അവരെ പ്രണയത്തെ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻ അവർക്കുണ്ടാവാം. പക്ഷേ ആ ടെൻഷൻ്റെ ഇടയിലും അവർ ഇരുന്ന് അവരുടെ ഭാവി ജീവിതം സ്വപ്നം കാണുകയാണ്. എങ്ങനെയുള്ള വീടായിരിക്കണം, എങ്ങനെ നമ്മുടെ വിവാഹം നടത്തണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ സ്വപ്നം കണ്ട് സന്തോഷിച്ചിരിക്കുക. അപ്പോൾ ഇസ് പ്രകാർ 4 ഘട്ടനായേ പത്ഥർ കി ബെഞ്ച് പർ ഹോത്തി ഹെ. ഈ 4 സംഭവങ്ങളാണ് ഈ പത്ഥർ കി ബെഞ്ചിലും റിലേറ്റ് ചെയ്ത് കവി സൂചിപ്പിക്കുന്നത്. അപ്പോൾ കവി ഈ 4 സംഭവങ്ങളിലും നോക്കൂ നിങ്ങൾ. ए पत्थर की बेंच पर कौन कौन आकर बैठ रहे हैं? हाँ, एक बच्चा, दूसरा युवक, तीसरा बूढ़ा, चौथा दो പ്രേമി, അല്ലേ? ഇങ്ങനെ 4 പേരാണ് പത്ഥർ കി ബെഞ്ചിനെ ആശ്രയിക്കുന്നത്. तो पत्थर की बेंच पर बैठने के पहले उनकी स्थिति कैसी थी, उनकी हालत कैसी थी? हाँ, बच्चा रोता हुआ था. പത്ഥർ കി ബെഞ്ചിൽ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഇവരുടെ അവസ്ഥ എന്താണ്? കുട്ടി കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. യുവക് ധക്കാധ, അവശനാണ്, ക്ഷീണിതനാണ്. കുചലേ ഹുയെ സപ്നോ വാലാഥ, ക്ഷീണിതൻ മാത്രമല്ല തകർക്കപ്പെട്ട സ്വപ്നങ്ങളുള്ളവനാണ് യുവക്. ഇനി ബൂഢയാണെങ്കിലോ, ബൂഢ റിട്ടയേർഡ് എന്ന ഒറ്റ വാക്ക് മതി അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തെയും അദ്ദേഹത്തിൻ്റെ അവസ്ഥയെയും സൂചിപ്പിക്കാൻ.
അല്ലേ? അപ്പോൾ റിട്ടയേർഡായ ഒരു വൃദ്ധൻ ആ നട്ടുച്ചയ്ക്ക് ദോപ്പഹരി സമയത്ത് അവിടെ വരണമെങ്കിൽ അദ്ദേഹത്തിന് ദയനീയാവസ്ഥയാണ്. അടുത്ത് പ്രേമി, എല്ലാവരെയും കണ്ണു വെട്ടിച്ച് അവർക്ക് കണ്ടുമുട്ടണം, സംസാരിക്കണം, സൊസൈറ്റിയുടെ എതിർപ്പിനെയൊക്കെ അതിജീവിക്കണം. ഇങ്ങനെ ഒരുപാട് ടെൻഷനുള്ള 2 പ്രണയിതാക്കളാണ് നാലാമത്തത്. അപ്പോൾ ഇവർ 4 പേരും വിഷമകരമായ അവസ്ഥയിലാണ് പത്ഥർ കി ബെഞ്ചിലെത്തുന്നത്. लेकिन पत्थर के बेंच पर बैठने पर उनको थोड़ी सी शांति अवश्य मिला. ഒരല്പസമാധാനം തീർച്ചയായും ഇവർക്കെല്ലാവർക്കും ആ പത്ഥർ കി ബെഞ്ചിൽ നിന്ന് കിട്ടി. അതിന് ഉദാഹരണമാണ് പെഹലെ ബച്ച ബിസ്കുറ്റ് കുതർക്കർ ചുപ് ഹോ ഗയാ. ആ ബെഞ്ചിലിരുന്ന് കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ടുവന്ന കുട്ടിക്ക് ആ ബിസ്ക്കറ്റ് കഴിക്കാനും നിശബ്ദനാവാനും കഴിഞ്ഞു. അവൻ പോലും അറിയാതെ അവനൊരു സമാധാനം കിട്ടി. 2, യുവക്കിന്, ക്ഷീണിതനായ തകർന്ന സ്വപ്നങ്ങളുള്ള ആ യുവക്കിനാണെങ്കിലോ തൻ്റെ ആ തകർന്ന സ്വപ്നങ്ങളെ വീണ്ടും താലോലിക്കാൻ ഒരു മനസ്സുണ്ടായി. പത്ഥർ കി ബെഞ്ച് അവനങ്ങനെ ഒരു ആശ്വാസം കൊടുത്തു. 3, ആ റിട്ടയേർഡ് ബൂഢയ്ക്കാണെങ്കിലോ ആ നട്ടുച്ച നേരത്തും കണ്ണുകളിൽ വെളിച്ചമടിക്കാതെ കൈകൾ കൊണ്ട് മൂടി ഉറങ്ങാൻ കഴിഞ്ഞു. ഒരല്പസമാധാനം അദ്ദേഹത്തിനും ഈ പത്ഥർ കി ബെഞ്ച് നൽകി. ഇനി നമ്മുടെ പ്രേമിക്കാണെങ്കിലോ അവരും എല്ലാ ടെൻഷനുകളും മറന്ന് സപ്നെ ബുനനെ ലഗേ, സ്വപ്നം നെയ്യാൻ തുടങ്ങി. ഇവിടെയാണ് പബ്ലിക് പ്ലേസ് അല്ലെങ്കിൽ പത്ഥർ കി ബെഞ്ചിൻ്റെ ഏറ്റവും വലിയ മഹത്വം. तो पत्थर की बेंच सबको शांति देती है. तो पत्थर की बेंच पर बैठे हुए लोगों की संवेदनाएं क्या क्या है? पत्थर की बेंच पर कौन कौन बैठ गए और पत्थर की बेंच पर बैठे हुए लोगों की संवेदनाएं क्या क्या है എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ खुली जगह में पड़ी रहने वाली पत्थर की बेंच का सहारा लेने पर दिल हल्का बन जाता है. തുറസായ സ്ഥലത്ത് കിടക്കുന്ന പത്ഥർ കി ബെഞ്ചിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരല്പം ഹൽക്ക ആശ്വാസം ഉറപ്പായും കിട്ടുന്നു. പത്ഥർ കി ബെഞ്ച് ഇൻസാനിയത് കാ, ശാന്തി കാ, വിശ്രാം കാ, തസല്ലി കാ, പ്യാർ കാ പ്രതീക് ഹൈ. ശരിക്കും പത്ഥർ കി ബെഞ്ച് എന്ന് പറയുന്ന മനുഷ്യത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. ഇത്രയുമാണ് ആദ്യത്തെ 8-9 വരികളിൽ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 9 വരികളിൽ 4 ഘടനയാണ് പറയുന്നത്. ആ 4 ഘടനയിൽ 4 പേർ പത്ഥർ കി ബെഞ്ചിനെ ആശ്രയിക്കുകയും അവർക്കൊരല്പം ആശ്വാസം കിട്ടുകയും ചെയ്യുന്നു. ഇനി അടുത്ത പത്ഥർ കി ബെഞ്ച് അടുത്ത വരികളിലേക്ക് നോക്കൂ. जिस पर अंकित है आंसू, थकान, विश्राम और प्रेम की स्मृतियाँ. പത്ഥർ കി ബെഞ്ചിൽ എന്തൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നു, അങ്കിത് ചെയ്തിരിക്കുന്നു. ആസു, ആ കൊച്ചുകുട്ടിയുടെ കണ്ണീരുണ്ട്. ആ യുവക്കിൻ്റെ ധക്കാൻ, ക്ഷീണമുണ്ട്. വയോവൃദ്ധൻ്റെ വിശ്രമമുണ്ട്. പ്രേമിക്ക് സ്മൃതിയാ, പ്രേമത്തിൻ്റെ ഓർമ്മകളുണ്ട്. ഇങ്ങനെ എന്തെല്ലാം ആ പത്ഥർ കി ബെഞ്ചിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇസ് പത്ഥർ കി ബെഞ്ച് കെ ലിയേ ഭി. പക്ഷേ കവി പേടിക്കുന്നു. എന്താ? ഈ പത്ഥർ കി ബെഞ്ചിന് പോലും, അതായത് എല്ലാവർക്കും സമാധാനം മാത്രം കൊടുക്കുന്ന ഈ പത്ഥർ കി ബെഞ്ചിന് വേണ്ടി പോലും ശുരു ഹോ സക്താ ഹൈ കിസി ദിൻ ഹത്യാവോം കാ സിൽസില. കൊലപാതക പരമ്പരകൾ തന്നെ നടന്നേക്കാം. എൻ്റേതാണ് ഈ പത്ഥർ കി ബെഞ്ച് എന്ന് പറഞ്ഞ് ഈ നാട്ടിൽ ആരംഭിക്കാം. എന്താ? ഹത്യാവോം കാ സിൽസില, കൊലപാതക പരമ്പരകൾ. ഇസെ ഉഖാഡ് കർ ലേ ജായ അഥവാ തോടാ ഭി ജാ സക്താ ഹൈ. ഇതിനെ സ്വന്തമാക്കാൻ വേണ്ടി ഇതിനെ പുഴുതെടുത്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇതിനെ പൊട്ടിച്ച് നശിപ്പിക്കാം. പത്താ നഹി സബ്സെ പെഹലെ കോൻ ആസീൻ ഹുവാ ഹോഗാ ഇസ് പത്ഥർ കി ബെഞ്ച് പർ. അറിയില്ലല്ലോ ഈ പത്ഥർ കി ബെഞ്ചിൻ്റെ യഥാർത്ഥ അവകാശി ആരാണ്, അതായത് ആദ്യമായി ഇതിവിടെ സ്ഥാപിച്ചത് ആരാണ്, ഇതിൽ ആദ്യമായി ഇരുന്നത് ആരാണ് എന്നാർക്കും അറിയില്ല. നോക്കൂ, ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ
ഉയർന്നു വരുന്ന കെട്ടിടങ്ങളായാലും ഒന്ന് നന്നായി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കായൽ തീരത്ത് പൊങ്ങി വരുന്ന ഫ്ലാറ്റുകളായാലും മൈതാനങ്ങളുടെ സൈഡ് ചേർന്ന് പൊങ്ങി പിന്നീട് മൈതാനം മുഴുവൻ കെട്ടിടങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന പുതിയ എൻജിനീയറിംഗ് മെഡിക്കൽ കോളേജുകൾ കാണുമ്പോഴും ഒരുപാട് വഴിയോര അമ്പലങ്ങൾ എന്ന് നമുക്ക് വിശ്രമിക്കാൻ വേണ്ടി സ്ഥാപിച്ചിരുന്ന വഴിയോര അമ്പലങ്ങൾ എന്നാണ് പണ്ട് പറയുമായിരുന്നത് അല്ലേ, വിശ്രമ കേന്ദ്രങ്ങൾ. ആ വിശ്രമ കേന്ദ്രങ്ങളെല്ലാം ഇന്ന് കടമുറികളായി മാറുന്നു. അങ്ങനെ അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അവനവൻ്റെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് പല പബ്ലിക് പ്ലേസസും ഇല്ലാതാക്കപ്പെടുകയാണ്. അപ്പം നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മതി. പണ്ട് നിങ്ങളുടെ പാരൻസ് ഓടി കളിച്ചിരുന്ന മൈതാനങ്ങളൊന്നും ഇന്ന് നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയില്ല. അവിടെ ചിലപ്പോൾ ബഹുനില കെട്ടിടങ്ങളാവാം, അവിടെ ചിലപ്പം എൻജിനീയറിംഗ് കോളേജുകളാവാം. ഇങ്ങനെ പിന്നെ നമ്മുടെ ഒരുപാട് മൈതാനങ്ങളും ഒരുപാട് പബ്ലിക് പ്ലേസുകളും ചുരുങ്ങി റിസോർട്ടുകളായും മറ്റുമൊക്കെ മാറിക്കഴിഞ്ഞു അല്ലേ. കടൽ തീരത്ത് പോയാൽ ഇപ്പോൾ പ്രൈവറ്റ് റിസോർട്ടുകൾ മതിൽ കെട്ടി തിരിച്ചിരിക്കുകയാണ് പല സ്ഥലങ്ങളും. നമുക്ക് പബ്ലിക് പ്ലേസുകൾ വളരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇതിൻ്റെ അപകടമാണ് ഇവിടെ റൈറ്റർ എടുത്തു കാണിക്കുന്നത്. ഇത്രയും സമാധാനവും സന്തോഷവും നൽകുന്ന പബ്ലിക് പ്ലേസുകളും സ്വന്തമാക്കാൻ അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും സ്വാധീനത്താൽ സ്വന്തമാക്കി സ്വയം ഭൂ ഉടമയായി മാറാൻ എപ്പോഴും എവിടെ നിന്നും എന്ത് ശ്രമവും ഉണ്ടാകാം എന്ന് കവി പേടിക്കുകയാണ്. അപ്പം അതാണ് അവസാനത്തെ വരികളിൽ പറയുന്നത്. അപ്പോൾ പബ്ലിക് പ്ലേസിൻ്റെ പ്രാധാന്യവും അത് നഷ്ടമാകുമ്പോൾ സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന നഷ്ടം. सार्वजनिक जगह अनेक पीढ़ियों की न जाने कितने सुख दुख प्रेम विश्राम उत्साह की संवेदनशील स्मृतियाँ हैं. जाने ये कब बनी, किससे बनवाई, कौन जाने इसका इतिहास क्या है, ये सब किसी को नहीं मालूम. कवि कहते हैं आज के समय में अनेकों के स्वार्थ तात्पर्य से पार्क में स्थित पत्थर की बेंच का नाश संभव होगा और इस बेंच पर बैठने के लिए कोई आक्रमणकारी, कोई विध्वंसकारी आएगा. ऐसा होने पर साधारण आदमी कैसे बेंच पर बैठेगा. तो सार्वजनिक जगहों के नष्ट हो जाने पर क्या क्या नुकसान होता है, इस बात पर भी हमें സൂചന ഹെ. നോക്കൂ, പബ്ലിക് പ്ലേസുകൾ ഇല്ലാതാകുമ്പോൾ എന്തൊക്കെ നഷ്ടങ്ങളാണ് നമുക്ക് വരുന്നത്. एक स्वस्थ समाज की सृष्टि में सार्वजनिक जगहों का महत्वपूर्ण स्थान है. ഒരു സമാധാനപരമായ സൊസൈറ്റി വേണമെങ്കിൽ പബ്ലിക് പ്ലേസ് വേണം അല്ലേ. പബ്ലിക് പ്ലേസിൽ എല്ലാ തരം ആൾക്കാരും, അവിടെ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ അന്യജാതിക്കാരനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ശക്തിമാനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒരു നിബന്ധനയുമില്ലാതെ എല്ലാ തലത്തിലുള്ള ആളുകളും എത്തുന്ന സ്ഥലമാണ് പബ്ലിക് പ്ലേസുകൾ. ആ പബ്ലിക് പ്ലേസിൽ നമ്മൾക്ക് പരസ്പരം മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റുന്ന യഥാർത്ഥത്തിൽ പബ്ലിക് പ്ലേസിൽ തന്നെയാണ്. മറ്റുള്ളവരുടെ സുഖവും ദുഃഖവും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മൾ പരസ്പരം നമ്മുടെ സുഖവും ദുഃഖവും ഷെയർ ചെയ്യാൻ പറ്റും അല്ലേ. നിങ്ങൾ തന്നെ കളിക്കാൻ പോകുന്ന മൈതാനങ്ങൾ നിങ്ങൾ ഓർക്കുക. നിങ്ങളെ തെങ്ങിൻ തോപ്പുകളിലോ ഒക്കെ കൊറോണ കാലത്തിന് മുന്നേ നിങ്ങൾ കളിക്കാൻ പോകായിരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്ന കുട്ടികളോട് നിങ്ങൾ നന്നായി സംസാരിച്ചിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങളെ സ്കൂളിൽ നിങ്ങളുടെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന കുട്ടി തന്നെ ആവണമെന്നില്ല, നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടി ആവണമെന്ന് പോലുമില്ല. പക്ഷെ അവരുടെ വീട്ടിലെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവർക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നു. അങ്ങനെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കൂടിച്ചേരലിൻ്റെ സ്ഥലമാണ് ശരിക്കും പബ്ലിക് പ്ലേസ്. അവിടെ ഈ പബ്ലിക് പ്ലേസുകൾ ഇല്ലാതാവുമ്പോൾ മനുഷ്യർക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയില്ല. അവൻ്റെ കാര്യം മാത്രം നോക്കി വീണ്ടും സ്വാർത്ഥനായി മാറും. ഈ കൊറോണ കാലം നമ്മളെ സ്വാർത്ഥതയിലേക്ക് കൊണ്ടുപോവാണ് അല്ലേ. നമുക്ക് പുറത്തിറങ്ങാനോ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനോ പറ്റാത്ത ഒരവസ്ഥ. അത് ഈ സാർവജനിക് ജഗഹ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ അത് ഇല്ലാതാകും. അപ്പോൾ സാർവജനിക് ജഗഹ് की
का महत्व इस कविता में व्यक्त है। तो यहाँ पत्थर की बेंच को कवि सार्वजनिक जगह का प्रतीक मानते हैं। ओके, धन्यवाद बच्चों। 20 मिनट